ആവറേജ് ഫാക്ടർ മെത്തേഡ് അല്ലെങ്കിൽ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്. യൂണിഫോം ഫാക്ടർ മെത്തേഡ് അല്ലെങ്കിൽ യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ് നമ്മൾ പഠിച്ചു. അതിൽ ഒരൊറ്റ ഗ്രോത്ത് ഫാക്ടറേ ഉള്ളൂ. ആ ഗ്രോത്ത് ഫാക്ടറിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ സോണിൽ നിന്നും ഓരോ സോണിലേക്ക് പോകുന്ന പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ട്. അതിന്റെ കൂടെ ആ ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്സ് ആക്കി മാറ്റുവാണ്. ഓക്കെ, നമ്മൾ ആ മെട്രിക്സിന്റെ ഫോമിൽ എഴുതിയിട്ട് ഓരോ സോണിൽ നിന്ന് ഓരോ സോണിലേക്ക് പോകുന്ന ട്രിപ്പുകൾ മെട്രിക്സിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ മെട്രിക്സിലുള്ള ഓരോ ടേമുകളുടെ കൂടെയും നമ്മൾ ഗ്രോത്ത് ഫാക്ടർ ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരൊറ്റ ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്പർ ഓഫ് ട്രിപ്പ് ആയിട്ട് കിട്ടും. എന്നാൽ ഇവിടെ കുറച്ച് വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ഇവിടെ ആവറേജ് വാല്യൂ എടുക്കുന്നുണ്ട്. ഓക്കെ, എന്തിന്റെ ആവറേജ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണല്ലോ. ആവറേജ് ഫാക്ടർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആവറേജ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സോണുകളുണ്ട് അല്ലെ, സോൺ 1, 2, 3, 4 അങ്ങനെ പല സോണുകളുണ്ട്. അത് ഒറിജിനും ഡെസ്റ്റിനേഷനിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം 1, 2, 3, 4 ഒറിജിനിലെ സോണും 1, 2, 3, 4 ഡെസ്റ്റിനേഷനിലും ആണെങ്കിൽ ഓരോ സോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രോത്ത് ഫാക്ടർ ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള പറയാം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം മെട്രിക്സ് ഫോമിലാണല്ലോ ട്രിപ്പുകൾ എഴുതുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒറിജിൻ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ദിസ് വൺ ഈസ് ഒറിജിൻ ആൻഡ് ദിസ് വൺ ഈസ് ഡെസ്റ്റിനേഷൻ. അപ്പൊ ഇവിടെ 1, 2, 3, 4 ഓക്കെ, അതുപോലെ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെസ്റ്റിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഓരോന്നും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോൺ 1 നിന്ന് സോൺ 1ലേക്ക് പോകുന്ന ട്രിപ്പ് ആണെങ്കിൽ ഇവിടെ ഒരു മെട്രിക്സിൽ ഒരു നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ടാവും, പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ടാവും. ആ പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്സിന്റെ കൂടെ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ ആണ് എടുക്കുക. ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്. ഓക്കെ, ഇപ്പം ഒറിജിൻ ആണെങ്കിൽ ഒറിജിനിലെ 1 എന്ന് പറയുന്ന സോണിന്ന് അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന സോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്. അതുപോലെ ഡെസ്റ്റിനേഷനിൽ 1 എന്ന് പറയുന്ന സോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 1 നിന്ന് ഒറിജിൻ 1ഉം ഡെസ്റ്റിനേഷൻ 1ഉം ആണെങ്കിൽ 1ൽ നിന്ന് 1ലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പർട്ടിക്കുലർ ടേം ഉണ്ടാവും. ഓക്കെ, അത് ഇപ്പം എ എന്ന് പറയുന്ന ഒരു ടേം ആയിക്കോട്ടെ ഈ മെട്രിക്സിനകത്ത് വരുന്നത്. ആ എ എന്ന് പറയുന്ന ടേമിന്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ ആവറേജ് മൾട്ടിപ്ലൈ, അതായത് ഒറിജിനലും ഡെസ്റ്റിനേഷനുള്ള ഗ്രോത്ത് ഫാക്ടറിന്റെ ആവറേജ്. അപ്പൊ എന്തായിരിക്കും ആവറേജ് വരിക? 1ൽ നിന്ന് 1ലേക്ക് പോകുന്ന ട്രിപ്പിന്റെ അല്ലെങ്കിൽ 1ൽ നിന്ന് 1ലേക്ക് പോകുന്ന ട്രിപ്പിന്റെ ഗ്രോത്ത് ഫാക്ടറിന്റെ ആവറേജ് എന്തായിരിക്കും വരിക? x+y/2 ആയിരിക്കും. അപ്പൊ x+y/2 എന്ന് പറയുന്ന വാല്യൂ ഈ എന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 2ൽ നമുക്ക് z ആണ് ഗ്രോത്ത് ഫാക്ടർ കിട്ടിയിട്ടുള്ളെങ്കിൽ ഒറിജിനിൽ. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് u ആണെങ്കിൽ ഓക്കെ, ഇപ്പൊ 1ൽ നിന്ന് 2ലേക്ക് പോകുന്ന ട്രിപ്പ് ആണെങ്കിൽ 2ലുള്ള ഗ്രോത്ത് ഫാക്ടർ z ആണ്. ഒറിജിൻ 1 ആയിട്ടുള്ളതിൽ x ആണ്, ഡെസ്റ്റിനേഷൻ 2 ആയിട്ടുള്ളതിൽ u ആണ്. അപ്പൊ ഇത് ഒറിജിന്റെ ഇതാണ്. ഓക്കെ, 1, 2 എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനിൽ 1 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗ്രോത്ത് ഫാക്ടർ x ആണ്, ഡെസ്റ്റിനേഷനിൽ 2 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗ്രോത്ത് ഫാക്ടർ u ആണ്. അപ്പൊ അതിന്റെ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുമ്പോൾ x+u/2 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും? ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇവിടെ കറസ്പോണ്ടിങ് മെട്രിക്സിൽ ഏതാണോ ടേം ഉള്ളത് പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്സ് ആയിരിക്കും, ആ വാല്യൂവിന്റെ കൂടെ ഈ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഓരോന്നിന്റെ കൂടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒറിജിനിലും ഡെസ്റ്റിനേഷനിലും ഉള്ള ഗ്രോത്ത് ഫാക്ടറിന്റെ ആവറേജ് എടുത്തിട്ട് ആ മെട്രിക്സിലുള്ള ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആവറേജ് ഗ്രോത്ത് ഫാക്ടർ ആണ് നമ്മളിവിടെ എടുക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഓരോ സോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒറിജിനിലും ഡെസ്റ്റിനേഷനിലും ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ആവറേജ് എടുക്കും. ഓക്കെ, അത് വെച്ചിട്ട് കറസ്പോണ്ടിങ് പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്സ് എത്രയാണോ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്സിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത് ഡയറക്റ്റ് ഒരു പ്രാവശ്യമല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പല തവണയായിട്ട് ഇത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊരു ഐറ്ററേറ്റീവ് പ്രോസസ് ആണ്. കുറെ നമ്പർ ഓഫ് ടൈംസ് ചെയ്താലേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,
The factor represent the average growth associated both with origin and destination zone. Where TIJ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പ് ആണ് അല്ലെ, TIJ ക്യാപിറ്റൽ TIJ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ TIJ ഈസ് ഈക്വൽ ടു സ്മോൾ TIJ എന്ന് പറയുന്ന പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്പ് ആണ്. അതായത് I എന്ന് പറയുന്ന സോണിൽ നിന്ന് ജെയിലേക്ക് പോകുന്ന പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്പ് ആണ് TIJ. ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പ് ആണ്, അതായത് ഫ്യൂച്ചറിൽ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രിപ്പ് ആണ് ക്യാപിറ്റൽ TIJ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്യൂച്ചറിലുള്ളത് I എന്ന് പറയുന്ന സോണിൽ നിന്ന് J എന്ന് പറയുന്ന സോണിലേക്ക് പോകുന്ന ട്രിപ്പുകളുടെ എണ്ണം. സ്മോൾ ലെറ്റർ T എന്ന് പറയുന്ന പ്രസന്റിലുള്ള I എന്ന് പറയുന്ന സോണിൽ നിന്ന് J എന്ന് പറയുന്ന സോണിലേക്ക് പോകുന്ന ട്രിപ്പുകളുടെ എണ്ണം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ ഈ ഒരു കറസ്പോണ്ടിങ് വാല്യൂ ആണ് എഴുതുന്നതെങ്കിൽ 1 നിന്ന് 3 പോകുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പം ഒരു ഒറിജിനും ഉണ്ട്, ഒരു ഡെസ്റ്റിനേഷനും ഉണ്ട്. I എന്ന് പറയുന്ന ഒറിജിനിൽ നിന്ന് J എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ട്രിപ്പ് ആണെങ്കിൽ അവിടെ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ വരുന്നത് EI പ്ലസ് EJ ഡിവൈഡ് ബൈ 2. EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കറസ്പോണ്ടിങ് സോണിൽ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ. ഇത് J എന്ന് പറയുന്ന സോണിൽ, അതായത് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള J എന്ന് പറയുന്ന സോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ആണ് EJ. അതിന്റെ ആവറേജ് വാല്യൂ എടുത്തിട്ട് പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്പുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്യൂച്ചറിലെ കിട്ടുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി EI EJ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. EI ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ PI ബൈ സ്മോൾ PI. ക്യാപിറ്റൽ PI എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂച്ചർ പ്രൊഡക്ഷൻ ഓഫ് സോൺ I. ഓക്കെ, ഇവിടെ സോൺ I സ്മോൾ ലെറ്റർ I ആണ്. ഓക്കെ, ഫ്യൂച്ചർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് സോൺ I, അതായത് I എന്ന് പറയുന്ന സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്, അതാണ് PI എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് ആണ് ടോട്ടൽ. ഓക്കെ, I എന്ന് പറയുന്ന സോൺ, അതായത് ഇപ്പം ഒരു സോൺ 1 എന്ന് പറയുന്ന സോൺ ഉണ്ടെങ്കിൽ ആ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് ആണ് ക്യാപിറ്റൽ PI എന്ന് പറയുന്നത്. അത് ഫ്യൂച്ചറിൽ കേട്ടോ, ഫ്യൂച്ചറിൽ I എന്ന് പറയുന്ന സോണിന് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് ആണ് ക്യാപിറ്റൽ PI. സ്മോൾ ലെറ്റർ PI എന്ന് പറയുന്നത് പ്രസന്റ്ലി I എന്ന് പറയുന്ന സോണിന് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് ആണ്. ഓക്കെ, അപ്പം EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ. ഓക്കെ, EI അല്ലെങ്കിൽ ഇപ്പൊ 1 എന്ന് പറയുന്ന സോൺ ആണെങ്കിൽ E1 എങ്ങനെയായിരിക്കും, ക്യാപിറ്റൽ P1 ബൈ സ്മോൾ ലെറ്റർ P1 ആയിരിക്കും. ഓക്കെ, അതായത് 1 എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്പ് ഡിവൈഡഡ് ബൈ പ്രസന്റിലുള്ള നമ്പർ ഓഫ് ട്രിപ്പ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ EJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EJ ഈസ് ഈക്വൽ ടു AJ ബൈ AJ, അതായത് ക്യാപിറ്റൽ AJ ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ AJ. അപ്പൊ ക്യാപിറ്റൽ AJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ J എന്ന് പറയുന്ന സോണിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന നമ്പർ ഓഫ് ട്രിപ്സ്, അതായത് J എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ഫ്യൂച്ചറിൽ, അതാണ് ക്യാപിറ്റൽ AJ. പ്രസന്റില് J എന്ന് പറയുന്ന സോണിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ആണ് സ്മോൾ ലെറ്റർ AJ. അപ്പം ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കാം ഡെസ്റ്റിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ രണ്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒറിജിനും ഡെസ്റ്റിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാം. അതിന്റെ ആവറേജ് എടുത്ത് ആ ട്രിപ്പ് മെട്രിക്സിലെ കറസ്പോണ്ടിങ് സോണിൽ നിന്ന് ആ കറസ്പോണ്ടിങ് സോണിലേക്ക് പോകുന്ന ട്രിപ്പുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രസന്റിലെ ആ മെട്രിക്സിലുള്ള ആ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്സ് ആ പർട്ടിക്കുലർ സോണിൽ നിന്ന് ആ പർട്ടിക്കുലർ സോണിലേക്കുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, after the distribution has been completed on the above basis, it will be found that the sum of the trips from zone I will probably not agree with the projected trip ends in zone I, and the sum of trips to zone J will not agree with the projected trip ends in zone J. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഓരോ സോണിലും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ സോൺ 1, 2, 3 ഉണ്ടെങ്കിൽ സോൺ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ഇപ്പൊ 2000 ആണെന്ന് വിചാരിച്ചോളൂ. 2ൽ അത് 1400 ആണെന്ന് വിചാരിച്ചോളൂ. 3ൽ അത് 1200 ആണെന്ന് വിചാരിച്ചോളൂ ഫ്യൂച്ചറിൽ. അപ്പൊ ഫ്യൂച്ചറിൽ ഓരോ സോണിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഇപ്പൊ നമ്മൾ ഇത് ആഡ് ചെയ്താൽ കിട്ടും. 2000 പ്ലസ് 1400 3400 പ്ലസ് 1200 എന്ന് പറയും 4600 ആണ് ടോട്ടൽ ഉള്ള ട്രിപ്പുകൾ. ഓരോ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ ട്രിപ്പ്. ഓരോ സോണുകളിൽ നിന്നും 1ൽ അത് 2000, 2ൽ അത് 1400, 3ൽ അത് 1200 ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നമ്മളെ കയ്യിൽ ഇനി അവൈലബിൾ ആയിട്ടുള്ള പ്രസന്റിലെ നമ്പർ ഓഫ് ട്രിപ്പുകൾ ആയിരിക്കും. ഓക്കെ, പ്രസന്റിൽ അപ്പൊ
ഓരോ സോണുകളിൽ നിന്നുള്ള ട്രിപ്പ് അത് 300 ആയിക്കോട്ടെ ആദ്യത്തത്, രണ്ടാമത്തെ അത് 180 ആയിക്കോട്ടെ, മൂന്നാമത്തെ സോണില് അത് 150 ആയിക്കോട്ടെ. ഓക്കെ, ഇതാണ് പ്രസന്റിലുള്ള ഓരോ സോണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്. ഇത് ഫ്യൂച്ചറിലുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് എന്താ, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. ഓരോ സോണിൽ നിന്ന് ഓരോ സോണിലേക്ക് പോകുന്ന ട്രിപ്പുകളായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഫ്യൂച്ചറിലാക്കി നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗ്രോത്ത് ഫാക്ടറിന്റെ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് 4600 കിട്ടും. എന്നാൽ ഇവിടെ ചിലപ്പോൾ അത് 2000 പകരം 2500 ആയിരിക്കാം. ഓക്കെ, ഇവിടെ 1400 പകരം ചിലപ്പോൾ 1200 ആയിരിക്കാം. ഓക്കെ, ഇവിടെ 1200 പകരം ചിലപ്പോൾ 900 ആയിരിക്കാം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4600 തന്നെയായിരിക്കും. പക്ഷെ ഓരോ സോണിലും ഓരോ സോണിനും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചറിലുള്ള ഓരോ സോണിലുള്ള ട്രിപ്പുകളുടെ എണ്ണമായിട്ട് നമുക്ക് സാമ്യം വരണം അല്ലെ, സെയിം ആയിട്ട് വരേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതായത് ഫ്യൂച്ചറിലെയും പ്രസന്റിലെ ഒരു പ്രാവശ്യം നമ്മൾ ഗ്രോത്ത് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും വരുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, സാമ്യമായിട്ട് വരേണ്ടതാണ്. പക്ഷെ ആ സാമ്യം നമുക്ക് കാണില്ല. ഓക്കെ, അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യം ചെയ്താൽ ആ സാമ്യം വരില്ല. അതായത് ഇവിടെ 2000 ചേർന്നിട്ടുള്ള ഒരു വാല്യൂ വരണമെന്നില്ല, വ്യത്യാസം വരും. പക്ഷെ ടോട്ടൽ 4600 വരും. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനോട് ചേരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത്, അതായത് വീണ്ടും വീണ്ടും ചെയ്ത് ഈ 2000 ചേർന്ന് വാല്യൂ വരുന്നത് വരെ നമ്മൾ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ്, അതായത് മുന്നേ പറഞ്ഞ പോലെ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ ഒക്കെ വെച്ച് ചെയ്ത് നമ്മൾ ഓരോ സോണിൽ നിന്നുള്ള ട്രിപ്പുകൾ, ഓക്കെ, ഓരോ സോണിൽ നിന്നുള്ള പ്രസന്റിലുള്ള ട്രിപ്പുകളിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അത് ഫ്യൂച്ചറിലുള്ളതാക്കി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫൗണ്ട് ദാറ്റ് ദ സം ഓഫ് ദ ട്രിപ്സ് ഫ്രം സോൺ ഐ, ഓക്കെ, സോൺ ഐ എന്ന് പറയുന്ന, അതായത് ഐ എന്ന് പറയുന്ന സോണിലുള്ള ടോട്ടൽ ട്രിപ്പ് എന്ന് പറയുന്നത് will probably not agree with the projected trip ends, അതായത് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് എൻഡിലുള്ള ഐ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സുമായിട്ട് സാമ്യം വരില്ല. അത് സെയിം ആവണം എന്നില്ല, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരണം എന്നില്ല. ആൻഡ് ദ സം ഓഫ് ട്രിപ്സ് ടു സോൺ ജെ, ഓക്കെ, സോൺ ജെയിൽ അവസാനിക്കുന്ന ട്രിപ്പുകൾ, ഓക്കെ, നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് കിട്ടുമല്ലോ, ആ ട്രിപ്പും ഫ്യൂച്ചറിലുള്ള സോൺ ജെയിൽ അവസാനിക്കുന്ന ട്രിപ്പുകളും തമ്മിൽ മാച്ച് ആവണമെന്നില്ല, വ്യത്യാസങ്ങൾ വരാം. അപ്പം ഈ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി, അതായത് ഇതിനെ സാമ്യമുള്ളതാക്കി ഒരുപോലെ ആക്കി കൊണ്ടുവന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഐട്രേഷൻ പ്രോസസ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദിസ് ഡിഫിക്കൽട്ടി ഈസ് ഓവർകം ബൈ ആൻ ഐട്രേറ്റീവ് പ്രോസസ് യൂസിംഗ് ന്യൂ വാല്യൂസ് ഫോർ EI and EJ calculated from E'(i) is equal to PI by P'(i) and E'(j) is equal to AJ by A'(j). അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യം ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് കിട്ടിയിട്ടുള്ള മെട്രിക്സിന്റെ അകത്ത് നിന്ന് വീണ്ടും നമ്മൾ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എടുത്ത് വീണ്ടും ആ മെട്രിക്സിലുള്ള ടേമുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എടുത്ത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇവിടെ വരുന്ന ആവറേജ് ഗ്രോത്ത് ഫാക്ടർ ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഡെസ്റ്റിനേഷനിലും ഒറിജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ ഓരോ പ്രാവശ്യവും, ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസന്റിലുള്ള മെട്രിക്സിലുള്ള വാല്യൂസ് ആയിരിക്കില്ല ഒരു പ്രാവശ്യം ചെയ്ത വാല്യൂസ് വരാം. ഓക്കെ, അപ്പം ഒരു പ്രാവശ്യം ചെയ്ത വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കണം. അത് വെച്ച് ആവറേജ് കണ്ടുപിടിച്ച് പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ പിന്നെയും മാറി. ഓക്കെ, അതിലും വീണ്ടും ഓരോ സോൺ ഡെസ്റ്റിനേഷനിലും ഒറിജിനും കറസ്പോണ്ടിങ് ആയിട്ട് വീണ്ടും ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ച് വീണ്ടും അതിന്റെ ആവറേജ് എടുത്ത് വീണ്ടും ആ മെട്രിക്സിലുള്ള, അതായത് രണ്ട് പ്രാവശ്യം മാറ്റം വന്നിട്ടുള്ള മെട്രിക്സിന്റെ അകത്തുള്ള ടേമുകളിൽ പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്ത് വരണം. അപ്പം EI EJ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് സോണിന് കറസ്പോണ്ടിങ് ആയ ഗ്രോത്ത് ഫാക്ടർ ആണ്. എന്നാൽ രണ്ടാമത് ചെയ്യുമ്പോൾ അത് മാറി അല്ലെ, ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷമുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. അതിനെ നമുക്ക് E'(i)
ആൻഡ് ഇ ഡാഷ് ജെ എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ ഇത് ഈ വാല്യൂവിന് മാറ്റമില്ല. പി ഐ ആൻഡ് എ ജെ, അതായത് ഫ്യൂച്ചർ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഫ്രം സോൺ ഐ. ഓക്കെ, ആ സോൺ ഐ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഇൻ ഫ്യൂച്ചർ ആണ് ക്യാപിറ്റൽ പി ഐ. അതുപോലെ ജെ എന്ന് പറയുന്ന സോണിൽ എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണ് എ ജെ ഫ്യൂച്ചറിൽ. ഓക്കെ, എന്നാൽ ഇത് ഒരു പ്രാവശ്യം ആവറേജ് ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പി ഡാഷ് ഐ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട്, അതായത് ആവറേജ് ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് എൻഡിങ് ഇൻ സോൺ ജെ എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് എ ഡാഷ് ജെ. ഓക്കെ, അപ്പം അത് സ്മോൾ ലെറ്റർ പി ഐ ആൻഡ് സ്മോൾ ലെറ്റർ എ ജെക്ക് സിമിലർ ആയിട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് പ്രസന്റിലുള്ള മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം, ഒരു പ്രാവശ്യം ആവറേജ് ഗ്രോത്ത് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ട്രിപ്സ് ആണ് പി ഡാഷ് ഐ ആൻഡ് എ ഡാഷ് ജെ. അതായത് ആ കറസ്പോണ്ടിങ് സോൺ എന്നുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. ഓക്കെ, അത് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ മെട്രിക്സിലും പി ഡാഷ് ഐ ആൻഡ് എ ഡാഷ് ജെ നമ്മൾ കണ്ടുപിടിച്ച് ഇ ഡാഷ് ഐ ആൻഡ് ഇ ഡാഷ് ജെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടായിരിക്കും പോവാം. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തിട്ട് വന്നിട്ട് ഈ തിയറി ഒന്നും കൂടെ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു പോയിന്റും കൂടെ ഉണ്ട്. ദ ഐട്രേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ടിൽ ദ ഗ്രോത്ത് ഫാക്ടർ അപ്രോച്ചസ് യൂണിറ്റി ആൻഡ് ദ വാല്യൂസ് ബാലൻസ് വിത്തിൻ +or-1%. അപ്പൊ എത്ര വരെ നമ്മൾ ഈ ഐട്രേഷൻ ക്യാരി ഔട്ട് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പ്രൊസീജിയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. ദ ഐട്രേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ടിൽ ദ ഗ്രോത്ത് ഫാക്ടർ അപ്രോച്ചസ് യൂണിറ്റി. അപ്പൊ ഓരോ സോണിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് 1 ചേർന്ന് വരണം. ഓക്കെ, അതിപ്പം 0.99 0.98 അല്ലെങ്കിൽ 1.01 അതുപോലെ 1 ചേർന്ന് വരുമ്പോൾ, ഓരോ ഗ്രോത്ത് ഫാക്ടേഴ്സും ചേർന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. അത് മാത്രമല്ല, ആൻഡ് ദ വാല്യൂ ബാലൻസ് വിത്തിൻ +or-1%. അതായത് ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ടല്ലോ, ടോട്ടൽ നമ്പർ ഓരോ സോണിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നതും ഓരോ ഡെസ്റ്റിനേഷനിൽ എൻഡ് ചെയ്യുന്നതായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് നമ്മൾ ഇതുപോലെ ഐട്രേഷൻ ചെയ്ത് വരുമ്പോൾ അത് ഫ്യൂച്ചറിലുള്ള ഓരോ സോണിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ടല്ലോ, ക്യാപിറ്റൽ പി ഐ ആയിട്ട് എപ്പോഴാണോ ഈ സ്മോൾ ലെറ്റർ പി ഡാഷ് ഐ ആൻഡ് എ ജെ ആയിട്ട് സ്മോൾ ലെറ്റർ എ ജെ, ഓക്കെ, ഇത് രണ്ടും ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം +or-1% ആയി വരിക വേണം. ഓക്കെ, അപ്പൊ ഏകദേശം ഇതുപോലെ, അതായത് ഗ്രോത്ത് ഫാക്ടർ 1 ആവുകയും വേണം, അതായത് 1 ചേർന്ന് വരികയും വേണം. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് +or-1% ആവുകയും വേണം. ഓക്കെ, അപ്പൊ ആ സ്ഥലത്ത് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഈ ഒരു മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് കുറെ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഐട്രേഷൻ. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ ഗ്രോത്ത് ഫാക്ടർ 1 ചേർന്ന് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് +or-1 ആവാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഐട്രേഷൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എക്സാമിന് അത് നമുക്ക് അത്ര നല്ലതല്ല. ടൈം ഒരുപാട് കൺസ്യൂം ആവും. ഓക്കെ, ടൈം വേസ്റ്റ് ആവുന്നത് കൊണ്ട് നമ്മൾ ഈ ഗ്രോത്ത് ഫാക്ടർ 1 ചേർന്ന് വരുമ്പോൾ നമ്മൾ അവിടെ പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് ഇത് മനസ്സിലാക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എ സ്റ്റഡി ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു 4 സോൺസ്. നമ്മൾ മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഈ സ്റ്റഡി ഏരിയ, അതായത് യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡിൽ ചെയ്തിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെ ആവറേജ് ഫാക്ടർ മെത്തേഡിൽ ചെയ്ത് നോക്കുവാണ്. എ സ്റ്റഡി ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു 4 സോൺസ് എ, ബി, സി ആൻഡ് ഡി. The result of the trip generation analysis is shown in table 1 and trip distribution matrix is shown in table 2. Develop the future trip distribution matrix using average factor method. അപ്പോൾ average factor അല്ലെങ്കിൽ average growth factor method യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ ട്രിപ്പ് ജനറേഷൻ അനാലിസിസിന്റെ റിസൾട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, പ്രൊഡ്യൂസ്ഡ് ആൻഡ് അട്രാക്റ്റഡ് ട്രിപ്സ്. ഓക്കെ, ഓരോ സോണിന്നും
പ്രസന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും ഫ്യൂച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ സോണിലേക്കും അട്രാക്റ്റഡ് ആവുന്ന, അതായത് ഓരോ സോണിലും എൻഡ് ചെയ്യുന്ന പ്രസന്റിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും ഫ്യൂച്ചറിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിനെ ഫ്യൂച്ചറിലുള്ളതിനെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് ബൈ ആവറേജ് ഫാക്ടർ മെത്തേഡ്. പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് നമുക്ക് അവൈലബിൾ ആണ്. എയിൽ നിന്ന് എയിലേക്ക് പോകുന്ന നമ്പർ ഓഫ് ട്രിപ്സ് 20. ഓക്കെ, അതുപോലെ ഓരോന്നിലും ഇപ്പം സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് 30. അങ്ങനെ ഓരോന്നും നമുക്ക് പ്രസന്റിൽ അവൈലബിൾ ആണ്. ഫ്യൂച്ചറിലെ നമ്പർ ഓഫ് ട്രിപ്സിനനുസരിച്ചിട്ട് ഈ മെട്രിക്സിനെ ഫ്യൂച്ചറിലാക്കി മാറ്റണം. ഓക്കെ, അതായത് പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിനെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുക ഓക്കെ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഓരോ സോണിനും കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ ആവറേജ് എടുത്തിട്ടാണ് ഈ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലുള്ള ഓരോ ടേമിന്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? അതായത് ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ആണെങ്കിൽ അത് ക്യാപിറ്റൽ PI ബൈ സ്മോൾ PI ആണ്. ഫ്യൂച്ചറിലുള്ള ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്, പ്രസന്റിൽ ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്. EJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കറസ്പോണ്ടിങ് ടു ഡെസ്റ്റിനേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു AJ ബൈ AJ. ക്യാപിറ്റൽ AJ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ J എന്ന് പറയുന്ന സോണിലേക്ക് എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. സ്മോൾ ലെറ്റർ AJ എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ J എന്ന് പറയുന്ന സോണിലേക്ക് എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ എഴുതുവാണ്. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ഇപ്പൊ നിലവിൽ ഇങ്ങനെയാണ്. ഒറിജിൻ ഡെസ്റ്റിനേഷൻ ABCD. അപ്പൊ അതില് ഉള്ള ടേമുകൾ 20 20 20 15 10 10 15 10. ഓക്കെ, അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 20 15 25 30 10 5 15 10. ഓക്കെ, ആ ടേമുകൾ അതുപോലെ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യുന്നത് എനിക്ക് EI ആൻഡ് EJ കണ്ടുപിടിക്കണം. ഓക്കെ, EI EJ എന്ന് പറയുമ്പോൾ അത് A ഉണ്ടാവും. ഓക്കെ, ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ സോണുകൾ ABCD എന്നാണല്ലോ നെയിം ചെയ്തിരിക്കുന്നത്. EB ഉണ്ടാവും, EC ഉണ്ടാവും, ED ഉണ്ടാവും ഒറിജിൻ കറസ്പോണ്ടിങ് ആയിട്ട്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ടും അവിടെയും ABCD തന്നെയാണ്. അപ്പൊ EA EB EC ED കണ്ടുപിടിക്കണം. ഓക്കെ, EA കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ PA ബൈ സ്മോൾ ലെറ്റർ PA. ഓക്കെ, അതുപോലെ EA എന്ന് പറയുന്നത് ക്യാപിറ്റൽ AA ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ A ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ ഇതിൽ PI കണ്ടുപിടിക്കാൻ, PI എന്ന് പറയുന്നത് എന്താണ്? ഓരോ സോണിലും പ്രസന്റിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലെ? അപ്പം A നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണെങ്കിൽ ഓക്കെ, ഇത് നമുക്കറിയാം ഇത് ഒറിജിൻ ആണ്. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്ന ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ് എന്ന് പറയുമ്പോൾ 20 + 20 + 20 + 15 75. അടുത്തത് B എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ് 10 + 10 + 15 + 10 45. അങ്ങനെ ഓരോ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ്. ഓക്കെ, C നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 90 ആയിരിക്കും. ഇത് ആഡ് ചെയ്താൽ മതി ടോട്ടൽ. D നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 40 ആയിരിക്കും. ഓക്കെ, 10 + 5 + 15 + 10. അങ്ങനെ ഓരോ സോണിൽ നിന്നും പ്രസന്റിലി ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്താൽ കിട്ടും. അതുപോലെ ഓരോ സോണിൽ അവസാനിക്കുന്ന ട്രിപ്പ് നമുക്ക് ഓരോ കോളം ആഡ് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പൊ ജെയിൽ AJ എന്ന് പറയുമ്പോൾ ഓരോ സോണിലും അവസാനിക്കുന്ന ട്രിപ്പുകളാണ്. അപ്പം എയിൽ അവസാനിക്കുന്ന ട്രിപ്പ് 20 + 10 + 20 + 10 കോളം ആഡ് ചെയ്താൽ മതി 60. അടുത്ത കോളം ആഡ് ചെയ്താൽ ബിയിൽ അവസാനിക്കുന്ന ട്രിപ്പ് അത് 50 ആണ്. അടുത്ത കോളമിലുള്ള വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിയിൽ അവസാനിക്കുന്ന ട്രിപ്പാണ് 75. അടുത്ത ഡിയിൽ അവസാനിക്കുന്ന ട്രിപ്പാണ് 65. അത് കിട്ടി. ഇനി ക്യാപിറ്റൽ PI ആൻഡ് ക്യാപിറ്റൽ AJ നമുക്കറിയാം. ഓക്കെ, അതായത് ഇത് കണ്ടോ, പ്രൊഡ്യൂസ്ഡ് ട്രിപ്പ് ഫ്യൂച്ചറിലുള്ളത് എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്പ് 150 85 135 120 ആണ്. അപ്പൊ ക്യാപിറ്റൽ PI നമുക്ക് അതേപോലെ തന്നെ എഴുതാം. ഏതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് 150 85 135 20. ഓക്കെ, ഇത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, 150 85 135 120. ഇനി അടുത്തത് ഫ്യൂച്ചറിൽ
ABCD സോണിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന ട്രിപ്പുകൾ അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പുകൾ അത് ഇവിടെ ഉണ്ട്. 90, 150, 150, 100. ഓക്കെ, അപ്പൊ അതും അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ AJ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ A എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പ് ദാറ്റ് ഈസ് 90 ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ്. അടുത്ത ബിയിൽ അവസാനിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് ഫ്യൂച്ചറിൽ 150. അടുത്ത സിയിൽ അവസാനിക്കുന്ന 150 ആൻഡ് 100. ഇത് അതുപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, 90, 150, 150, 100. ഇനിയാണല്ലോ നമ്മളെ ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ എന്ന് പറയുന്ന സോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ദാറ്റ് ഈസ് EA ആയിരിക്കും. EA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിപ്പോ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ, ക്യാപിറ്റൽ PI ബൈ സ്മോൾ ലെറ്റർ PI, അതായത് 150/75, 2 കിട്ടി. അടുത്തത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ദാറ്റ് ഈസ് EB ആയിരിക്കും, ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദാറ്റ് ഈസ് 85/45, 1.89 കിട്ടും. അടുത്തത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ഒറിജിൻ കറസ്പോണ്ടിങ് ആയിട്ട് 135/90, 1.50 കിട്ടും. അടുത്തത് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ 120/40 ദാറ്റ് ഈസ് 3 കിട്ടും. ഓക്കെ, അപ്പൊ EI 4 സോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളതും കിട്ടി, EA, EB, EC ആൻഡ് ED. ഇനി അടുത്തത് ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് EJ. ഓക്കെ, EJ എന്ന് പറഞ്ഞാൽ എന്താ? AJ/AJ അല്ലെ, AJ ഇവിടെ ഉണ്ട്, സ്മോൾ ലെറ്റർ AJ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EA എന്ന് പറയുന്നത് എന്താ? ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ് ഈസ് 90/60, 1.50. ബിയിലുള്ള ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ബിയിലുള്ള ഗ്രോത്ത് ഫാക്ടർ ഈസ് 150/50 ദാറ്റ് ഈസ് 3. അടുത്തത് 150/75 സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അടുത്ത 100/65, 1.54. അപ്പൊ നമ്മള് ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ചു. ഓക്കെ, ബോത്ത് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചറിലുള്ളതാക്കി ഈ വാല്യൂസിന്, അതായത് 20, 20, 20, 15 എന്നൊക്കെ എഴുതിയിരിക്കുന്ന വാല്യൂസിനെ ഫ്യൂച്ചറിലുള്ളതാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഗ്രോത്ത് ഫാക്ടറിന്റെ ആവറേജ് എടുക്കണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും നമുക്ക് എടുത്ത് എഴുതാം. ഓക്കെ, ഗ്രോത്ത് ഫാക്ടർ ഇൻ പ്രൊഡക്ഷൻ സോൺ EA ഈസ് ഈക്വൽ ടു 150/75 that is 2. EB is equal to 85/45, 1.89. EC is equal to 135/90, 1.5. ED is equal to 120/43. Okay, അതുപോലെ ഗ്രോത്ത് ഫാക്ടർ ഇൻ അട്രാക്ഷൻ സോൺ EA is equal to 1.5. EA is equal to 1.5. EB is equal to 3 and EC is equal to 2. ED is equal to 1.54. Okay, ഇനി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിക്കണം. ഇനിയുള്ള ഐട്രേഷൻ പ്രോസസ്സിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഐട്രേഷൻ, സെക്കൻഡ് ഐട്രേഷൻ, അങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. അപ്പൊ ആദ്യം ഫസ്റ്റ് ഐട്രേഷൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഐട്രേഷൻ ചെയ്യുമ്പോൾ ഒറിജിൻ ഡെസ്റ്റിനേഷൻ എഴുതി. ഓക്കെ, ഒറിജിൻ ഡെസ്റ്റിനേഷൻ ABCD എഴുതാം. ABCD എഴുതാം, ഇവിടെ ABCD എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ടേം എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത് ഒറിജിൻ ആണല്ലോ. അപ്പൊ ആദ്യം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനിലുള്ള ഗ്രോത്ത് ഫാക്ടർ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, EA2. ഓക്കെ, അതായത് 2. ഇപ്പൊ ഇവിടെ എന്റെ കൂടെ എഴുതേണ്ടത് 2 ആണ്, ബ്രാക്കറ്റിൽ 2 എഴുതി. അടുത്ത ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ 1.89, ഒറിജിൻ കറസ്പോണ്ടിങ് ആയിട്ടാണ്. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1.5, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3. അപ്പൊ അതേ ഓർഡറിൽ ഞാൻ എഴുതുവാണ്. എന്റെ കൂടെ 2 എഴുതി, ബിന്റെ കൂടെ 1.89 എഴുതി, സിന്റെ കൂടെ 1.5 എഴുതി, ഡിന്റെ കൂടെ 3 എഴുതി. ഓക്കെ, ഇനി ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓക്കെ, നമുക്കറിയാം ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് 1.5, 3, 2, 1.54 ആണ്. ഓക്കെ, അത് നമ്മൾ ഇവിടെ എഴുതുവാണ്. 1.5, 3, 2, 1.54, അതായത് ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതത് സോണിന്റെ കൂടെ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ട് എഴുതുവാണ്. 1.5, 3, 2, 1.54. ഓക്കെ, അപ്പൊ ഒറിജിനും ഡെസ്റ്റിനേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് എഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 20, 20, 20, 15 എന്നൊക്കെ പറഞ്ഞ വാല്യൂവിനെ ഫ്യൂച്ചറിലേക്കുള്ളതാക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ളതാക്കി മാറ്റുവാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇതാണ്. ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എടുക്കണമല്ലോ. ഇപ്പം ഇവിടെയാണ് ഈ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എയിൽ നിന്ന് എയിലേക്ക് പോകുന്ന ട്രിപ്പാണ്. അപ്പം ഇവിടെ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിലുള്ള ഗ്രോത്ത് ഫാക്ടർ 2, ഡെസ്റ്റിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1.5. അപ്പൊ ഇതിന്റെ ആവറേജ് എടുക്കണ്ടേ. ഇതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 2 + 1.5/2. ഈ വാല്യൂ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ 20 എന്ന് പറയുന്ന വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എഴുതിയ എളുപ്പമാണ്. 2ൽ നിന്ന് 1.5ലേക്ക് പോകുന്നത്, സോറി എയിൽ നിന്ന് എയിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെയുള്ള എക്ക് കറസ്പോണ്ടിങ് ഗ്രോത്ത് ഫാക്ടർ 2, ഇവിടെ 1.5, അതിന്റെ ആവറേജ് എടുക്കുക. അപ്പൊ 2 + 1.5/2 × 20, ദാറ്റ് ഈസ് 35. ഓക്കെ, അതായത് ഇതിന്റെ ആവറേജ് എടുത്തു. ആവറേജ് എടുത്തിട്ട് അതിന്റെ മുന്നത്തെ ആദ്യം പ്രസന്റിലുള്ള വാല്യൂന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 35 കിട്ടി. അടുത്തത് നോക്കിക്കോ, എന്ന് ബിയിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രോത്ത് ഫാക്ടറിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 2 + 3/2 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 2 + 3/2. അപ്പൊ 20 ഇൻറ്റു, ഇവിടെ വാല്യൂ 20 ആണല്ലോ, അപ്പൊ 20 ഇൻറ്റു 2 + 3/2 അതിന്റെ ആവറേജ് എടുത്തു. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 50 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അടുത്ത ഗ്രോത്ത് ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ സിയില് 2 ആണ്, എയില് 2 ആണ്. അപ്പൊ എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ട്രിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുമ്പോൾ 2 + 2/2. ഓക്കെ, 2 + 2/2. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള വാല്യൂ പ്രസന്റിലുള്ള ട്രിപ്പ് മെട്രിക്സിൽ 20 ആണ്. അപ്പൊ 20 ഇൻറ്റു 2 + 2/2. ഓക്കെ, അത് 40 കിട്ടി. അടുത്തത് എയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്ന ട്രിപ്പാണ്. അപ്പൊ അവിടുത്തെ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 + 1.54 / 2. ഓക്കെ, അപ്പൊ അതെടുത്തു ഇൻറ്റു കറസ്പോണ്ടിങ് പ്രസന്റിലുള്ള ട്രിപ്പ് മെട്രിക്സ്, അത് 15 ആണ്. ഓക്കെ, അപ്പൊ 26.55 കിട്ടി. അങ്ങനെ ഓരോന്നിന്റെയും ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എടുത്തിട്ട് അതിനെ കറസ്പോണ്ടിങ് പ്രസന്റിലുള്ള മെട്രിക്സിലുള്ള ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. 16.95, 24.45, ഇവിടെ 29.175, 17.15, 30. ഇവിടെ നോക്കിക്കോ, ഇത് സിയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ട്രിപ്പ്. ഓക്കെ, സിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ ഇവിടുത്തെ ഗ്രോത്ത് ഫാക്ടർ 1.5, ബിയിലുള്ളത് 3. അപ്പൊ 1.5 + 3/2 ആണ് ആവറേജ് ഗ്രോത്ത് ഫാക്ടർ ഇൻറ്റു 15. ഓക്കെ, ദാറ്റ് ഈസ് 33.75. അങ്ങനെ ഓരോന്നിന്റെ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 43.75, 45.6, 22.5, 15, 37.5 ആൻഡ് 22.7. അപ്പൊ എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഈ രീതിയിൽ അത് നമ്മൾ ചെയ്യണം. ഏത് ഒറിജിൻ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ പോകുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എടുത്ത്, അതായത് ഒറിജിനും ഡെസ്റ്റിനേഷനിലും ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും, അതിന്റെ ആവറേജ് എടുത്തിട്ട് പ്രസന്റ് ട്രിപ്പ് മെട്രിക്സിലുള്ള ടേമിന്റെ കൂടെ മൾട്ടിപ്ലൈ ആണ് ഫസ്റ്റ് ഐറ്ററേഷനിൽ ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ, ക്യാപിറ്റൽ പി ഐക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല. അത് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന പോലെ 150, 85, 135, 120 ആണ് ക്യാപിറ്റൽ പി ഐ. ഓക്കെ, ഫ്യൂച്ചറിൽ ഓരോ സോണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് സെയിം ആണ്. അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സും സെയിം ആണ്. ഓക്കെ, അതിൽ മാറ്റമില്ല. എല്ലാ ഐറ്ററേഷനിലും ഈ വാല്യൂസ് സെയിം തന്നെയാണ്. ഓക്കെ, ഇതിലാണ് മാറ്റം വരുന്നത്. ഇതിലിപ്പോ നമ്മൾ ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ, 20 എന്നുള്ള വാല്യൂ 35 ആയി, 20 ഉള്ള 50 ആയി, വാല്യൂസിൽ മാറ്റം വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? P' I ആൻഡ് A' J എടുക്കാം. P' I എന്ന് പറയുമ്പോൾ PI എന്ന് പറയുമ്പോൾ പ്രസന്റിലുള്ള ടോട്ടൽ ആഡ് ചെയ്തതായിരുന്നു. P' I എന്ന് പറയുമ്പോൾ ഇപ്പൊ മാറ്റം വന്നല്ലോ, ഒരു പ്രാവശ്യം ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വാല്യൂസിന് മാറ്റം വന്നിട്ടുണ്ടല്ലോ. ആ മാറ്റം വന്നിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ആണ് ഓരോ സോണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? 35 + 50 + 40 + 26.55 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് കിട്ടുന്നത് 151.5 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ റൗണ്ട് ചെയ്ത് എടുത്തിരിക്കുന്നതായിരിക്കും 151.5. ഓക്കെ, ഇനി അടുത്തത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ബിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണം മാറിയിട്ടുണ്ട്. അത് എത്രയായി? 16.95 + 24.45 + 29.175 + 17.15. ഓക്കെ, 87.73 എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂസ് ആയിരിക്കും കിട്ടുക കേട്ടോ. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് തന്നെ കിട്ടും. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അത് പോയിന്റ് റൗണ്ട് ചെയ്തതിൽ വന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതുപോലെ എടുക്കാം. ചെയ്യുന്ന പ്രൊസീജിയർ ഇതുപോലെയാണ്. ഓക്കെ, അടുത്തതില് സിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകൾ 30 + 33.75 + 43.75 + 45.6, അത് 153.10 എന്ന് പറഞ്ഞ് കിട്ടി. അടുത്തത്
ഡി എന്ന് പറയുന്ന സോണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പ് 22.5 പ്ലസ് 15 പ്ലസ് 37.5 പ്ലസ് 22.7 97.7 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പൊ പി ഡാഷ് ഐ കിട്ടി. അതേപോലെ നിങ്ങൾക്ക് എ ഡാഷ് ജെയും എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എ ഡാഷ് ജെ എന്ന് പറയുമ്പോൾ സോൺ എയിൽ അവസാനിക്കുന്ന ട്രിപ്പ്. ഇപ്പൊ ഒരു പ്രാവശ്യത്തെ ഐട്രേഷന് ശേഷം 35 പ്ലസ് 16.95 പ്ലസ് 30 പ്ലസ് 22.5 ഇപ്പൊ വാല്യൂ കിട്ടി 104.45. അതുപോലെ ബിയിൽ അവസാനിക്കുന്ന ട്രിപ്പുകൾ 123.20, 150.43, 112.0. ഓക്കെ, അപ്പം പ്രസന്റ് ഇപ്പൊ ഒരു പ്രാവശ്യം ഐട്രേഷന് ശേഷം ഉള്ള ഓരോ ഒറിജിനും ഓരോ ഡെസ്റ്റിനേഷനിലും വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്, ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഡെസ്റ്റിനേഷനിൽ എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? പുതിയ ഗ്രോത്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. പുതിയ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇ ഡാഷ് ഐ ആൻഡ് ഇ ഡാഷ് ജെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഇ ഡാഷ് ഐ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ഐ ബൈ പി ഡാഷ് ഐ ആണ്. ഇപ്പൊ 150 ബൈ 151.5 0.99 കിട്ടും. 85 ബൈ 87.73 0.97, 135 by 153.10 0.88, 120 by 97.70 1.23. അതേപോലെ ഇ ഡാഷ് ജെ ഓക്കെ 90 by 104.45 0.86, 150 by 123.20 1.22. അങ്ങനെ ഓരോ ഗ്രോത്ത് ഫാക്ടർ. ഓക്കെ, 150 by 150.431, 100 by 112.0. ഓക്കെ, ദാറ്റ് ഈസ് 0.89. നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ, കിട്ടുന്ന വാല്യൂ കുറെ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് നോക്കിക്കേ, പുതിയ ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓക്കെ, ഇത് 1 ചേർന്നിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ വാല്യൂ മാത്രമാണെങ്കിൽ എല്ലാ വാല്യൂസും ഇതുപോലെ 0.9 ആണെങ്കിൽ 99 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നാൽ ഇവിടെ നോക്കിയാൽ 1.23 എന്ന് പറഞ്ഞൊരു ടേം വന്നു അല്ലെ, ഇവിടെ 1.22 0.86 ഒക്കെ വന്നു. അതായത് 1 ചേർന്നിട്ടല്ല വരുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഐട്രേഷൻ കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല, നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് 1 ചേർന്ന് വരുന്നവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ആക്ച്വലി ഇവിടെ വരുന്ന ടേമും 1% പ്ലസ് ഓർ മൈനസ് ആവുമ്പോൾ കൂടെ നമ്മൾ നോക്കണം, അതും കൂടി ആവുന്നുണ്ടോ എന്ന് നോക്കണം. എന്നാൽ അത് ആവാൻ നിന്നാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഐട്രേഷൻ ചെയ്യേണ്ടി വരും. അത് ഈ ഒരു മെത്തേഡിന്റെ ഡ്രോബാക്ക് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട. ഇവിടെ ഗ്രോത്ത് ഫാക്ടറിൽ 1 ചേർന്ന് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 490.03 ഇട്ടിരിക്കുന്നു. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആഡ് ചെയ്താണ്. ഇപ്പൊ മാറ്റം വന്നിട്ടുള്ള ട്രിപ്പ് ആഡ് ചെയ്തപ്പോ കണ്ടോ, ഇതുവരെ സാമ്യം വന്നു, 490 ചേർന്ന് വന്നു. അത് തമ്മിലുള്ള ഫാക്ടർ 490 by 490 എന്ന് പറയുന്ന 1 ആണ്. ഓക്കെ, അത് അവിടെ കണ്ടുപിടിച്ചു വെച്ചു. നമ്മൾ നോക്കുന്ന ഇവിടെയുള്ള ഗ്രോത്ത് ഫാക്ടർ ആണ് നോക്കുന്നത്. അത് 1 ചേർന്ന് വരുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പൊ പുതിയ ഗ്രോത്ത് ഫാക്ടേഴ്സ് കിട്ടിയേ 0.99, 0.97, 0.88, 1.23. ഓക്കെ, ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് കിട്ടി. ഇവിടെ 0.86, 1.22, 1 and 0.89. ഇനി ഇതേ കാര്യം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ടേബിൾ എഴുതുമ്പോൾ സെക്കൻഡ് ഐട്രേഷനിൽ ഈ എന്റെ കൂടെ എന്തായിരിക്കും, ഡെസ്റ്റിനേഷനിലുള്ള വാല്യൂ 0.86 ആയിരിക്കും എഴുതുക. അടുത്ത ബിന്റെ കൂടെ 1.22 ആയിരിക്കും, സിന്റെ കൂടെ 1 ആയിരിക്കും, ഡിന്റെ കൂടെ 0.89 ആയിരിക്കും. ഇവിടെ ഒറിജിനില് എന്റെ കൂടെ 0.99 ആയിരിക്കും, ബിന്റെ കൂടെ 0.97 ആയിരിക്കും, സിന്റെ കൂടെ 0.88 ആയിരിക്കും, ഡിന്റെ കൂടെ 1.23 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഐട്രേഷൻ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൂടെ 0.86, ബിന്റെ കൂടെ 1.22, സിന്റെ കൂടെ 1, ഡിന്റെ കൂടെ 0.89. അടുത്ത എന്റെ കൂടെ ഒറിജിനില് 0.99, ബിന്റെ കൂടെ 0.97, സിന്റെ കൂടെ 0.88 ആൻഡ് ഡിന്റെ കൂടെ 1.23. ഓക്കെ, ഇനി അടുത്ത ഐട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, ആവറേജ് ഗ്രോത്ത് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ടേം 35 ആണ്. അപ്പൊ 35 ഇൻറ്റു ഇവിടുത്തെ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ, ദാറ്റ് ഈസ് 0.99 പ്ലസ് 0.86 by 2 ചെയ്യുമ്പോൾ 32.375 കിട്ടി. അടുത്ത ഇവിടെ വരുന്ന ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട്, ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന ട്രിപ്പിന്റെ എണ്ണം 50 ആണ്. 50 ഇൻറ്റു അതാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐട്രേഷൻ ചെയ്യുന്നത്. അപ്പൊ 50 ഇൻറ്റു 0.99 പ്ലസ് 1.22 by 2 ദാറ്റ് ഈസ് 55.25. ഓക്കെ, അടുത്തത് 0.99 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടുത്തെ വാല്യൂ 40. ഓക്കെ, അപ്പോൾ ആ പ്രൊസീജിയർ വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. ഓരോന്നിലും കിട്ടുന്ന വാല്യൂസ് ഞാൻ വായിക്കാം. 24.96, 15.51, 26.77, 28.74. ഇതെങ്ങനെയാണ് 28.74 കിട്ടിയത്?
ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 29.175 അതെടുത്തു. ഇവിടെയുള്ള ഗ്രോത്ത് ഫാക്ടർ 0.97 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 28.74. ഓക്കെ, അടുത്തത് 15.95, 26.1, 35.44, 41.13, 40.36, 23.51, 18.38, 41.81, 24.06 എന്നുള്ള രീതി കിട്ടും. ഓക്കെ, ക്യാപിറ്റൽ പി ഐ ആൻഡ് ക്യാപിറ്റൽ എ ജെ നമുക്കറിയാം, അത് സെയിം ആണ്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പോലെ തന്നെ അതെടുത്ത് എഴുതി. ഇനി ഇവിടെ മാറ്റം വന്നു അല്ലെ, പി ഡാഷ് ഐക്ക് മാറ്റം വന്നു. ഈ റോ ആഡ് ചെയ്തിട്ട് ഓരോ റോയും ആഡ് ചെയ്തിട്ട് പി ഡാഷ് ഐ എഴുതാം. ആദ്യത്തെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് 152.38 കിട്ടും ഈ 4 വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് ബിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് 86.97, സിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 143.02, ഡിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 107.76. അതുപോലെ തന്നെ എയിൽ അവസാനിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഇപ്പോൾ 2 പ്രാവശ്യം ഇറ്ററേഷൻ ചെയ്തപ്പോൾ 97.50, ബിയിൽ അവസാനിക്കുന്നത് 135.84, സിയിൽ അവസാനിക്കുന്നത് 151.47 ആൻഡ് ഡിയിൽ അവസാനിക്കുന്നത് 105.32. ഓക്കെ, ഇനി വീണ്ടും പുതിയ ഗ്രോത്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. പി ഡാഷ് ഐ എന്ന് പറയുമ്പോൾ പി ഐ ഡിവൈഡ് ബൈ പി ഡാഷ് ഐ. അപ്പോൾ 150 by 150.38 0.98, 85 by 86.97 0.98, 0.94 അടുത്തത് കിട്ടും 135 by 143.02. അടുത്ത ഗ്രോത്ത് ഫാക്ടർ ഒറിജിൻ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1.11, അടുത്ത ഡെസ്റ്റിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എയില് 0.92, ബിയില് 1.1, സിയില് 0.99 ആൻഡ് ഡിയില് 0.95. ഓക്കെ, ഇവിടെ വാല്യൂസ് നോക്കിക്കേ, ഇവിടെ 1.1 ഉണ്ട്, 1.11 ഉണ്ട്. അപ്പോൾ അത് 1നോട് ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം, കുറച്ചും കൂടി അടുത്ത് വരുമോ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ 1.0 സംതിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ 0.95 മേലെ വന്നാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം, ചെയ്യുമ്പോൾ എല്ലാം 1 വരും നിങ്ങൾക്ക് ഇവിടെ. അതാണ് ശരിക്കും നമ്മുടെ ഈ ഒരു മെത്തേഡ് പ്രകാരം കറക്റ്റ് ആൻസർ. എന്നാൽ നമുക്ക് അത്രയും ചെയ്യുമ്പോൾ ടൈം വേസ്റ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഗ്രോത്ത് ഫാക്ടർ 1നോട് ചേർന്ന് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ അടുത്ത ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇതാണ് 0.98, 0.98, 0.94, 1.11. ഓക്കെ, ഇത് നമ്മൾ എഴുതുന്നത് ഒറിജിൻ കറസ്പോണ്ടിങ് ആയിട്ട്, ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് 0.92, 1.1, 0.99, 0.95. ഓക്കെ, അടുത്ത എ ബി സി ഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്ന വാല്യൂസ് ആ പറഞ്ഞു. ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 0.92 എഴുതും, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1.1 എഴുതും, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.9 എഴുതും, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.95 എഴുതും. ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.98, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.98, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.94, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1.11. ഓക്കെ, അപ്പൊ തേർഡ് ഐറ്ററേഷൻ ചെയ്യാം. ഓക്കെ, തേർഡ് ഐറ്ററേഷൻ എ ബി സി ഡി വാല്യൂസ് എഴുതി. എക്ക് 0.92, 1.1, 0.99, 0.95. ഓക്കെ, അതേപോലെ ഒറിജിൻ കറസ്പോണ്ടിങ് ആയിട്ട് 0.98, 0.98, 0.94, 1.11 എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മെട്രിക്സിലുള്ള വാല്യൂസ് എഴുതാൻ പോവാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ 32.375, തൊട്ട് മുന്നത്തെ ഐറ്ററേഷനിൽ കിട്ടിയ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, 32.375. ഇനി ആവറേജ് ഗ്രോത്ത് ഫാക്ടർ 0.98 പ്ലസ് 0.92 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 30.756 കിട്ടും. അടുത്ത ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുമ്പോൾ 0.98 പ്ലസ് 1.1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടെ 55.25 ആണ്. ഓക്കെ, അങ്ങനെ തൊട്ട് മുന്നത്തെ ഐറ്ററേഷനിൽ കിട്ടിയിട്ടുള്ള മെട്രിക്സിലെ ടേമുമായിട്ട് ആവറേജ് ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ടേംസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ വരുന്ന ടേംസ് ഇതൊക്കെയാണ്: 39.203, 24.086, 14.734, 27.84, 28.308, 15.391, 24.273. അടുത്ത ഇത് നോക്കിയാൽ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കുന്നത്. അപ്പൊ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുമ്പോൾ 0.94 പ്ലസ് 1.1 ഡിവൈഡ് ബൈ 2. ഓക്കെ, അത് എഴുതി. ഇൻറ്റു ഇവിടെ വരുന്ന ടേം 35.44. ഓക്കെ, 35.44 ഇൻറ്റു ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ 36.148, 39.690, 38.140, 23.862, 20.309, 43.90, 24.781. ഓക്കെ, ഇനി ക്യാപിറ്റൽ പി ഐ സെയിം, ക്യാപിറ്റൽ എ ജെ സെയിം. ഇനി പി ഡാഷ് ഐ എന്ന് പറയുമ്പോൾ ഇത് ഓരോ റോസും ആഡ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലെ.
അപ്പം 30.756 പ്ലസ് 57.46 പ്ലസ് 39.203 പ്ലസ് 24.086 151.51. അടുത്തത് 86.27. അടുത്ത റോ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് റോ ആഡ് ചെയ്യുമ്പോൾ സിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പ് 138.25 112.85. അടുത്ത ഓരോ സോണിലും എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 93.63. ഇത് ആഡ് ചെയ്താൽ ഈ റോ ആഡ് ചെയ്താൽ കോളം ആഡ് ചെയ്താൽ മതി. അടുത്ത കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 141.76. സിയിൽ അവസാനിക്കുന്ന ട്രിപ്പുകൾ 151.1 ആൻഡ് ഡിയിൽ അവസാനിക്കുന്ന 102.40. ഇനി വീണ്ടും ഗ്രോത്ത് ഫാക്ടർ ക്യാപിറ്റൽ പി ഐ ബൈ പി ഡാഷ് ഐ, അതുപോലെ തന്നെ ക്യാപിറ്റൽ എ ജെ ബൈ സ്മോൾ ലെറ്റർ എ ഡാഷ് ജെ. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഫാക്ടർ, പുതിയ ഗ്രോത്ത് ഫാക്ടർ 0.99, 0.99, 0.98, 1.06. അടുത്ത 0.96, 1.06, 0.99, 0.98. ഓക്കെ, ഇത് നോക്കിയാൽ 1 ചേർന്നു അല്ലെ. 0.99, 0.98, 1.06 ആയി. അപ്പൊ 1 ചേർന്നിട്ട് തന്നെയാണ് ഇവിടെയും 0.96, 1.06, 0.99, 0.98 1 ചേർന്നിട്ടുള്ള വാല്യൂ കിട്ടി. ഇനിയും നമുക്ക് ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്യുന്നതിനനുസരിച്ച് 1 ആയിട്ട് തന്നെ എല്ലാ വാല്യൂസും കിട്ടും. അപ്പൊ ഇവിടെ ഗ്രോത്ത് ഫാക്ടർ 1 ചേർന്ന് വന്നത് കൊണ്ട് ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. 1 കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് ഫ്യൂച്ചറിലെ ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ആയിട്ട് എടുക്കാം. എന്നാൽ ഇവിടെ 1 ചേർന്ന് വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂസ് ആയിരിക്കും ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിൽ വരുന്ന നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഫ്യൂച്ചറിലെ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ വാല്യൂസ് 30.756, 57.46, 39.203 ഈ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്റെ ആൻസർ ആയി. ഞാൻ 2 പോയിന്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് എഴുതുവാണ്. ഓക്കെ, ഫ്യൂച്ചർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ഫൈനൽ ആൻസർ ആണ്. ഒറിജിൻ ഡെസ്റ്റിനേഷൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ അവസാനിക്കുന്ന ട്രിപ്പ് 30.76, അടുത്ത എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കുന്ന 57.46, അങ്ങനെ ഓരോ വാല്യൂസും 39.20 അത് അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ ഫൈനൽ ആൻസർ ആയി. 14.73, 27.84, 28.31, 15.39, 24.27, 36.15, 39.69, 38.14, 23.86, 20.31, 43.90, 24.78. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോബ്ലം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ആവറേജ് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജസ്. മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഹാസ് നോ റിയൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആവറേജ് ഗ്രോത്ത് ഫാക്ടർ, ഓക്കെ, അതിന് പ്രത്യേകിച്ച് നമുക്ക് റിയലി വരുന്നതുമായിട്ട് പ്രത്യേകിച്ച് സാമ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഒരു ആവറേജ് വാല്യൂ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് പോവാണ്. ഓക്കെ, ഇതെല്ലാം ഒരു അസംഷന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഫൈനൽ വാല്യൂലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് റിയൽ ഇതുമായിട്ട് കൺസെപ്റ്റുമായിട്ട് അല്ലെങ്കിൽ റിയലി ട്രിപ്പിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ആ ആവറേജ് ഗ്രോത്ത് ഫാക്ടറിന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ദർ ഈസ് നോ എക്സ്പ്ലനേഷൻ ഓഫ് ദ മൂവ്മെന്റ് ബിറ്റ്വീൻ ദ സോൺസ് ആൻഡ് ദ ഫാക്ടേഴ്സ് കോസിംഗ് ദ മൂവ്മെന്റ്. ഓക്കെ, അപ്പം സോണുകളിലുള്ള മൂവ്മെന്റിനെ കുറിച്ച് അതിലെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ, എന്തൊക്കെയാണ് ഓരോ സോണിൽ നിന്ന് ഓരോ സോണിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം, ഓക്കെ, അവിടെ അട്രാക്ഷൻ റേറ്റ് കൂടാനുള്ള കാരണം എന്താണ്, ഓക്കെ, അവിടെ പർട്ടിക്കുലർ ലാൻഡ് യൂസ് എന്താണ്, ഓക്കെ, ഏത് ലാൻഡ് യൂസിലേക്കാണ് കൂടുതൽ ആളുകൾ പോകുന്നത്, അങ്ങനെ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു മെത്തേഡിൽ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, എ ലാർജ് നമ്പർ ഓഫ് ഐട്രേഷൻസ് ഈസ് റിക്വയർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ 1 ആവുന്നത് ചിലപ്പോൾ 5 ഐട്രേഷൻ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതൽ ചെയ്യുമ്പോഴായിരിക്കാം. അപ്പോൾ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇഫ് ദ പ്രസന്റ് ട്രിപ്പ് മൂവ്മെന്റ് ബിറ്റ്വീൻ എനി 2 സോൺസ് ഈസ് 0. ഓക്കെ, ഏതെങ്കിലും സോണുകളിൽ നിന്നുള്ള നമ്പർ ഓഫ് ട്രിപ്സ്, അതായത് എയിൽ നിന്ന് സിയിലേക്കുള്ള ട്രിപ്പ് 0 ആണെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് തന്നെയായിരിക്കും, അത് 0 ആയിരിക്കും. പക്ഷെ അത് പ്രാക്ടിക്കൽ ആണോ? അല്ല. ഇപ്പം പ്രസന്റ്ലി അത് 0 ആണെങ്കിൽ ഫ്യൂച്ചറിൽ ആ റൂട്ടിൽ ട്രിപ്പ് വരാം. ഓക്കെ, അത് ഒരിക്കലും എന്താണ് ശരിയല്ല. ട്രിപ്പ് വരില്ല എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ട്രിപ്പ് വരാം. ഓക്കെ, ഇഫ് ദ പ്രസന്റ് ട്രിപ്പ് മൂവ്മെന്റ് ബിറ്റ്വീൻ എനി 2 സോൺസ് ഈസ് 0, the future trip movement between the same also comes out to be 0, which is not practical.